യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ആർദ്രമായ സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു റോബ്ലോക്സിലെ ഒരു വീഡിയോ ആയിട്ടാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഒരു ബിൽഡ് സൂപ്പർ ബൈക്ക് എന്ന് പറയുന്ന ഒരു ഗെയിം ആയിട്ടാണ്. ബൈക്കെന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉള്ള സൂപ്പർമാൻ്റെ ബൈക്ക് കഴിക്കും. ചിലപ്പോൾ നമുക്കൊരു എൻജിൻ വാങ്ങാൻ പറയുന്നത് $200 ഉണ്ടായുള്ളൂ. അതിപ്പോൾ തീർന്നും പോയി കഴിച്ചു. നമുക്ക് ഇഷ്ടമുള്ള എടുത്ത് വെക്കാം. ചെറിയ എൻജിനാണ്. എൻ്റെ അമ്മ ചെറിയ എൻജിനാണ് കഴിച്ചത്. ഡ്രൈവെന്ന് കാണിക്കുന്നത് പോലെയല്ല. പെട്രോൾ ക്യാൻ എടുക്കുന്നത് 49 റോബക്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 3 ജീൻസൊക്കെ ഉണ്ട് കേട്ടോ. അവനൊക്കെ ബൈക്കണ്ട എനിക്ക് ഈ ബൈക്കിനെ വേറെ രീതിയിലാക്കാം. അതിന് മുമ്പ് ഡെയിലി റിവാർഡ് നമുക്ക് 3 റിവൈവ് കിട്ടി. ഷോപ്പിൽ ഫ്രീ ക്ലെയിം $200 കിട്ടി. എന്നുവെച്ചാൽ ക്യാഷ് കിട്ടി. പിന്നെയുണ്ട ക്ലെയിം 2 റിവൈവും കിട്ടി. അതൊക്കെ നല്ല സാധനം. നമുക്ക് ഹാമർ ഉണ്ടെങ്കിൽ ഇതെല്ലാം എടുത്ത് മാറ്റാൻ പറ്റും. അങ്ങനെയല്ല തെറ്റേക്ക് ഡേറ്റ് പറ്റുന്നത്. നമുക്ക് 2 ബ്ലോക്ക് വേണം. ഇപ്പം നമ്മൾ കുറച്ച് ബ്ലോക്സ് വാങ്ങാം. പിന്നെ കുറച്ച് ഇപ്പോൾ പ്രൈസ് കുഴപ്പമില്ല. ഇതിപ്പോൾ എൻ്റെ വീട്ടിലുള്ള ബൈക്കായി കൊണ്ടുവരണം. വലിയ പവർ ഉണ്ടാവില്ല. പിന്നെ വലുതായ പ്രതീക്ഷയുണ്ടെങ്കിൽ പറഞ്ഞു ഇതൊന്നും പോകില്ല. പക്ഷേ പ്രാവശ്യം കൂടുതൽ പോകുന്നത് കാരണം റിപ്പയറായ ഇവിടെ നിന്നല്ലോ. ബൈക്ക് ചുരുങ്ങിയിട്ടുണ്ട്. എന്താ അവസ്ഥ ഇതെങ്ങനെയാണ് ഞാനപ്പോൾ ബാക്കിൽ വെച്ചിരുന്നാലോ ബാക്കി വെച്ച് മുട്ടിച്ചല്ലേ അപ്പം അളവ് കിട്ടും. ഇവൻ്റെ അവരൊന്നും പറ്റുന്നുണ്ട്. വെയിറ്റ് ചെയ്യും. വേസ്റ്റ് വെറുതെ പെട്ടെന്ന് $1069. വാട്ട് ഔട്ട് ഓഫ് സ്റ്റോക്കാ? ഫ്യൂൽ ക്യാൻ വേണ്ട. ഇത്
ബ്ലോക്ക് സ്ലാബ് എടുത്ത് നമുക്കൊരു ഒന്നുകൂടി കൂട്ടിയാലേ കിട്ടുള്ളൂ. ഇങ്ങനെ വെക്കാം. എല്ലാം പോയി. നീ എന്തിനാ ഫ്രീ ആയി 2 ഇഞ്ചിൻ കിട്ടുന്നത്? എന്തൊക്കെ ഒന്നും മനസ്സിലാവില്ല. എടുത്തിട്ട് എനിക്ക് ഡൗട്ട് ഇങ്ങനെ എങ്ങനെയാണ് ബൈക്കാന്നുള്ളത്. ഇല്ലാത്ത അവസ്ഥ. എടാ 1 ഇഞ്ചിനോ 2 ഇഞ്ചിനുണ്ടായിരുന്നു. അയ്യോ സീറ്റ് സീറ്റ് മിസ്സിങ്. എവിടെയോ മിസ്സിങ് ആയിട്ടുണ്ട് സീറ്റ്. രണ്ടിടത്ത് അങ്ങനെയും വെച്ചു. പിന്നെ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ സീറ്റ് എന്തുണ്ട്? സീറ്റ് കയറിയില്ല. അയ്യോ ബാഗിൽ പോയി. എൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഇപ്പൊ കൊള്ളാം. ഇപ്പം വന്നു. ബൈക്കിന് വീര് വടവിച്ചിട്ടും കഷ്ടമാണ്. എന്തോ ഗ്ലിച്ചടിച്ച് ഒന്ന് ബാക്ക് അടിച്ച് കയറി കളിക്കാം. ബാക്ക് അടിച്ച് വന്നപ്പോഴും എന്ത് പറ്റി? എന്താ പറ്റിയേ? ആവിയിൽ കുഴപ്പമില്ല. ആവിയിൽ കൃത്യമായിരിക്കുന്നത്.
വേറെ വല്ലത്തിനും പ്രോബ്ലം ആണോ ബ്ലോക്ക് ആണോ നോക്കും പിന്നെ സ്റ്റോക്കില്ല നല്ല ബ്ലോക്ക് മതി വേറെ വഴിയില്ലായോണ്ട് ബ്ലോക്കില്ല വേറെ വഴിയില്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ബ്രില്യൻ്റ് വീഡിയോ കിട്ടുന്നുണ്ട് ഇങ്ങനെ വെറക്കല് അങ്ങനെ എന്തായിരിക്കും പറ്റിയത് കാട്ടിപ്പോയി ഈ ഗെയിം മുഴുവൻ ഗ്ലിച്ചുകൊണ്ട് നിറഞ്ഞിരിക്കുക നമുക്ക് ബാക്ക് അടിച്ച് കയറിയിട്ട് ഒരു മാറാത്ത ഗ്ലിച്ചാ അതെന്ത് ഗ്ലിച്ചാ ബാക്ക് അടിച്ച് കയറിയാണ് അങ്ങോട്ട് മാറിയിട്ടില്ല എന്ന് വെച്ചാൽ സ്പേസ് ഇല്ലാത്ത ഇരിക്കുന്നു വേറെ ഞാൻ ഫ്രണ്ടിൽ പക്ഷെ ഇവരിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആലോചിക്കുന്നത് ഇത്രയും ഇതിക്കുള്ള എങ്ങനെ കറക്റ്റാക്കുന്നത് ഇരുന്നല്ല അതൊക്കെ എന്താ എങ്ങനെ പക്ഷെ നമുക്ക് ഇതൊരു നല്ല മൂന്നെടുത്തോ ഈ ഗ്യാപ്പ് എന്താന്നൊരു പിന്നെ ഇങ്ങനെ ഏറി നിൽക്കുന്നത് ഇത് മുഴുവൻ
ഇങ്ങനെ വെച്ച് അത്രയും ഒരു ഇതാണ് ഗൈസ് വണ്ടിക്ക്. നമുക്ക് എന്തായാലും അടുത്ത് ഇത് വെച്ചെടുക്കാം, അത് ഒന്നിച്ച് വെച്ച് കൊടുക്കാം. പൊളിക്കും. നമുക്ക് ഇതിവിടെ കൊണ്ട് വെച്ച് കൊടുക്കാം. എനിക്ക് 5 ലെഫ്റ്റ് ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ചെയ്സ് ഒന്ന് ഞാൻ ചെയ്ത് അവസാനത്തെ യു ഡിഡ് യുവർ ബെസ്റ്റാ. പക്ഷെ എന്തോ ഒരു കാര്യം പറ്റി ഗൈസ്. അറിയില്ലേ 4 ഡോർ മോശം സപ്പോർട്ട് ഇതിന് കൊടുത്താൽ മാത്രം ബാക്ക് എഞ്ചിനും കൂടെയും ഘടിപ്പിക്കാൻ പോകണം. യു ബാക്ക് എടുത്തുന്നുണ്ട്. അയാളുടെ നമുക്ക് ഇതൊക്കെ റിപ്പയർ ചെയ്ത് അടുത്ത ദിവസം ചെയ്യും. കടന്നു പോകണമെന്ന് ഉദ്ദേശിച്ചു. ഫ്രണ്ട് ടയർ ആണെങ്കിൽ ഒരു പെട്രോൾ മാറ്റിയത് മേളിൽ വെച്ചിട്ട് ആ 2 സൈഡിൽ നോക്കി ടയർ വെച്ചിട്ട് പിന്നെ ഈ 2 ഇത് മാറ്റി എഞ്ചിൻ മാറ്റിയിട്ട് ഇവിടെയും പിന്നെ അതിൻ്റെ അവിടെ ആയിട്ട് ഒരു എഞ്ചിൻ കൂടി നോക്കി. അപ്പോൾ വണ്ടി എന്ന് പറയുന്നത് ശരിയായിട്ട് എളുപ്പമല്ല, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഫ്യൂല് ഇതിനായിട്ട് പോയപ്പോൾ ഫ്യൂലാണെങ്കിൽ വഴി വെച്ച് കിട്ടുകയും ചെയ്യും. അത്
എടുക്കാണ്ട് പോയാൽ നമ്മൾ ഔട്ടാകാൻ കൂടിയ ഒരു അവസ്ഥ. എന്തായാലും നല്ല ടഫാകും. പറഞ്ഞു നൈസ് 500 രൂപ കിട്ടും നമുക്ക് റിവൈവ് ചെയ്യുന്നില്ല. യു ഡിഡ് യുവർ ബെസ്റ്റ്. 1810 ദൂരം പോയിരുന്നു, കിലോമീറ്റർ പോയി. നമുക്കിനി ഇത് രണ്ടും നമുക്ക് എടുക്കാം. ഈ എഞ്ചിന് നാട്ടെങ്കിൽ മേൻ ഈ എഞ്ചിന് ഇങ്ങനെയാണ് ഇരിക്കാൻ. ആ എഞ്ചിൻ അങ്ങനെ നോട്ടെ. അപ്പോൾ അത് പോകും. നമുക്ക് എന്തായാലും അങ്ങനെ നീ 3 മിനിറ്റ് രണ്ട് ടയർ അതങ്ങനെ നേരത്തെ ഒരു ടയർ ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ത് പിന്നെയും ഗ്ലിച്ചടിച്ചു തോന്നുന്നു. ഒന്ന് റെഡിയാക്കി വന്നേ. ഇപ്പം ആ ടയർ റെഡിയാകുന്നില്ല. പക്ഷേ എന്ത് ഗ്ലിച്ചിൻ്റെ പുഴയാകെ ഗ്ലിച്ച് പുഴന്ന് വരൂട. നമുക്ക് റൊട്ടേറ്റ് ആകൂല. ബെസ്റ്റ് ഇങ്ങനെ റൊട്ടേറ്റ് ഒക്കെ ഇതിനാ രീതി അയക്കും. എഞ്ചിനടങ്ങിയ പിന്നെ ഇതും കൂടെ ഓക്കെ. എന്തായാലും ഇപ്പം നമുക്കറിയാം ഇവിടെ ഒന്ന് വന്നായിരുന്നെങ്കിൽ ലുക്ക് ഉണ്ടാക്കാൻ ഈ സന്തോഷം നമുക്കില്ലേ. കണ്ട ഡൗട്ടാണ് ഏറ്റവും വലിയ ഡൗട്ട്. ഇത് എൻ്റെ പൊന്നിതാരെ ഹെലികോപ്റ്ററാണ് ഇങ്ങനെ കണ്ടോ. സ്ക്രീൻഷോട്ട് ചെയ്യാനായിരുന്നു. ഇതെങ്ങനെ കട്ടാന്ന്. പക്ഷെ എന്താ ചെയ്യുന്നത് ഇത് എൻ്റെ കാരണം ഇത് പിന്നെ പരിപാടിയാണ്. ഒരു റൈഡാണ് പോയിട്ട് ഞാൻ വീഡിയോ ചെയ്യണം. എനിക്ക് നല്ല പരിപാടിയാണ്. ഞാൻ തന്നെ എഞ്ചിൻ അങ്ങനെ മാറ്റി വെച്ചു. അപ്പം കൊണ്ട് എനിക്കൊരു ഞാൻ 17 മിനിറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ സ്പീഡ് നമ്മൾ ചാമയോ സ്റ്റോക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. എല്ലാവരും ഷെയറും ലൈക്കും സബ്സ്ക്രൈബും അടിക്കാൻ മറക്കരുത് എന്ന് എപ്പോഴും ഞാൻ വീഡിയോയിൽ പറയും. പക്ഷെ നിങ്ങൾ അടിക്കാൻ മറക്കൂല്ലല്ലോ. ഞാൻ ഇവിടെ നിന്നപ്പോൾ മറക്കൂല എന്ന് പറയാൻ വിചാരിക്കുന്നു. ഈ സാധനം നമുക്ക് കിട്ടുന്ന ഒരു നാൾ ഞാൻ എടുക്കും. ഓക്കെ, ബൈ ബൈ.